ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രട്സ്. ഇനി ചട്നി സീരീസ് ആണ് ഞാൻ കാണിക്കുന്നത്. ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മിന്റ് പുതിന ചട്നിയാണ് കാണിക്കുന്നത്. എനിക്കറിയാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചില ചട്നി റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. മല്ലിയില ചട്നിക്കായി 1 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിനയില, 2 ചെറിയ ഉള്ളി, 2 കാന്താരിമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളി, മുളക്, ഇഞ്ചി ഇവ ചേർത്ത് ചെറുതായി ചൂടാക്കിയെടുക്കുക. വീട്ടിൽ നിന്ന് തന്നെ ധാരാളം കാന്താരിമുളക് കിട്ടുന്നതിനാൽ അതും യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പച്ചമുളകാണെങ്കിൽ 1 മുളക് ചേർത്താൽ മതിയാകും. ഇവ വഴറ്റി കഴിയുമ്പോൾ പുതിനയില ചേർത്ത് കൊടുക്കുക. പുതിന ചൂടാകുമ്പോൾ മല്ലിയില ചേർത്തിളക്കുക. മല്ലിയിലയും ചെറുതായി ചൂടാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. തണുത്ത് കഴിഞ്ഞ് ഇവ ഗ്രൈൻഡ് ചെയ്യണം. തേങ്ങയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പും അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് അരയ്ക്കുക. എത്ര കൺസിസ്റ്റൻസി വേണമെന്നതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചട്നി കുറച്ചുകൂടി ഡൈല്യൂട്ട് ആക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് അരയ്ക്കുക. ഗ്രൈൻഡ് ചെയ്ത ചട്നി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ചട്നിക്ക് കടുക് വറുത്തിടേണ്ട കാര്യമൊന്നുമില്ല. ഇഡ്ഡലി, ദോശയുടെ കൂടെയൊക്കെ തേങ്ങാ ചട്നി കൂട്ടി മടുത്തെങ്കിൽ ഈ ഗ്രീൻ ചട്നിയും ഒന്നുണ്ടാക്കി നോക്കൂ.